മഹാരാഷ്ട്രയിൽ ഇത്തവണ RSSും RSSന്റെ പരിവാർ സംഘടനകളുമെല്ലാം കൈമെയ് മറന്ന് പണിയെടുത്ത് വലിയ വിജയം BJPക്ക് നേടിക്കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ട്. 2025 RSSനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു വർഷമാണ്. ആ സംഘടന മഹാരാഷ്ട്രയിൽ ആരംഭിച്ച് ഇപ്പോൾ അത് 100 വർഷം പിന്നിടുന്നു. RSS എന്ന മഹാവൃക്ഷം RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ കളിത്തൊട്ടിലായ അല്ലെങ്കിൽ അതിൻ്റെ ജന്മസ്ഥലമായ മഹാരാഷ്ട്രയിൽ BJPയുടെ ഭരണം തന്നെ വേണമെന്ന് RSS അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിന് അനവധി കാരണങ്ങളുണ്ട്. 2025 മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികളാണ് RSS രാജ്യമെങ്ങും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സിമ്പോസിയങ്ങളും സെമിനാറുകളും സമ്മേളനങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഈ ഒരു വർഷ കാലയളവിലുണ്ടാകും. മഹാരാഷ്ട്ര സംബന്ധിച്ച് അവിടെയാണ്, നാഗപ്പൂരാണ് RSSന്റെ ഹെഡ്ക്വാർട്ടർ ഉള്ളത്. അവിടേക്ക് വിദേശ പ്രതിനിധികളെത്തും, വിദേശ രാഷ്ട്രത്തലവന്മാരെത്തും, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വലതുപക്ഷ ചിന്താഗതി ഉള്ളവരും ഒപ്പം തന്നെ വിവിധ സംസ്കാരങ്ങളിലെ പ്രതിനിധാനം ചെയ്യുന്നവരുമൊക്കെ എത്തും. അങ്ങനെ അനവധി VVIPകൾ എത്തുന്ന ഒരു വർഷം കൂടിയാണ് 2025. ഇതിനെല്ലാം അവിടെ ഒരു ഭരണം അനിവാര്യമാണ് RSSനെ സംബന്ധിച്ച്. കാരണം പ്രതിപക്ഷമായിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഇത് സുഗമമായി മുൻപോട്ട് പോവുകയില്ലായിരുന്നു. ഏതായാലും 2025 വർഷം മഹാരാഷ്ട്ര എമ്പാടും കാവിയിൽ പുതച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ RSS തന്നെ വേദി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.